നമസ്കാരം. ICCയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണ് ഇന്ത്യൻ സ്ക്വാഡിൽ ഇടമുണ്ടാവില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. 15 അംഗ സ്ക്വാഡിനെയാണ് ഏകദിന ഫോർമാറ്റിലുള്ള ടൂർണമെന്റിനായി ഇന്ത്യ അയക്കുന്നത്. 8 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് പാകിസ്ഥാനും UAEയുമാണ് വേദിയാവുന്നത്. വിജയ് ഹസാരെ ട്രോഫി ഏകദിന ടൂർണമെന്റിൽ കേരള ടീമിനു വേണ്ടി ഒരു മത്സരം പോലും കളിച്ചില്ലെന്നതാണ് സഞ്ജുവിന്റെ ചാമ്പ്യൻസ് ട്രോഫി മോഹങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചത്. ഇന്ത്യൻ താരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റിൽ നിർബന്ധമായും കളിക്കണമെന്നും BCCI ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിജയ് ഹസാരെ ട്രോഫിയിൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം കണ്ടത്. കേരള ടീമിൽ ഇടം ലഭിക്കാതിരുന്നതോടെയാണ് സഞ്ജുവിന് ഈ ടൂർണമെന്റ് നഷ്ടമായത്. ടീം സെലക്ഷന് മുന്നോടിയായി വയനാട്ടിൽ നടന്ന പരിശീലന ക്യാമ്പിൽ സഞ്ജു പങ്കെടുത്തില്ലെന്നും ഈ കാരണത്താലാണ് ടീമിലേക്ക് എടുക്കാത്തതെന്നുമായിരുന്നു KCAയുടെ വിശദീകരണം. ക്യാമ്പിന് എത്തില്ലെന്ന് സഞ്ജു ഇമെയിൽ വഴി അറിയിച്ചിരുന്നെങ്കിലും പിന്മാറ്റത്തിന്റെ കാരണം പറഞ്ഞില്ലെന്നായിരുന്നു ഇതിനുശേഷം KCA വിനോദ് കുമാർ മാറ്റി പറഞ്ഞത്. പക്ഷേ ക്യാമ്പിൽ പങ്കെടുക്കാത്ത മറ്റൊരു താരം കേരളത്തിനായി ടൂർണമെന്റിൽ കളിച്ചിട്ടുണ്ടെന്നതാണ് പുറത്തുവരുന്ന വിവരം. കേരള ക്രിക്കറ്റ് ടീമിൽ സഞ്ജു സാംസണിന് മാത്രം പ്രത്യേക നിയമമാണോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ ഭാഗത്തു നിന്നും ഉയരുന്ന ചോദ്യം. ഇതിനൊരു കാരണവും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സഞ്ജുവിനെ കൂടാതെ വെടിക്കെട്ടു ബാറ്ററും ഓൾറൗണ്ടറുമായ അബ്ദുൾ ബാസിത്തും കേരള ടീമിന്റെ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തിരുന്നില്ല. മാത്രമല്ല, വിജയ് ഹസാരെ ട്രോഫിക്ക് വേണ്ടി KCA ആദ്യം പ്രഖ്യാപിച്ച 19 അംഗ സ്ക്വാഡിലും താരം ഉൾപ്പെട്ടിരുന്നില്ല. എന്നിട്ടും മധ്യപ്രദേശുമായുള്ള ടൂർണമെന്റിലെ മൂന്നാമത്തെ മത്സരത്തിൽ തികച്ചും അപ്രതീക്ഷിതമായി ബാസിത്ത് കേരള ടീമിലേക്ക് വരികയും കളിക്കാനിറങ്ങുകയും ചെയ്തിരുന്നു. പരിശീലന ക്യാമ്പിൽ ഇല്ലാത്തത് കാരണം ആദ്യം പ്രഖ്യാപിച്ച കേരള ടീമിൽ ഉൾപ്പെടാതിരുന്ന ബാസിത്ത് പിന്നെ എങ്ങനെ മൂന്നാമത്തെ കളിയിൽ കളിക്കാൻ ഇറങ്ങി എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഉന്നയിക്കുന്ന ചോദ്യം. ബാസിത്തിനെ കളിപ്പിക്കാമെങ്കിൽ എന്തുകൊണ്ട് സഞ്ജുവിനെ അനുവദിച്ചില്ലെന്നും അവർ ചോദിക്കുന്നുണ്ട്. രണ്ടുപേർക്കും വ്യത്യസ്ത നിയമങ്ങളാണോ എന്നും അവർ തുറന്നടിക്കുകയാണ്. അതേസമയം പരിശീലന ക്യാമ്പിൽ എത്തില്ലെന്ന് അറിയിച്ച ശേഷം പിന്നീട് ടൂർണമെന്റിൽ കേരളത്തിനായി കളിക്കാൻ തയ്യാറാണെന്ന് KCA സഞ്ജു അറിയിച്ചിരുന്നുവെന്നാണ് വിവരം. പക്ഷേ അപ്പോഴേക്കും യുവതാരങ്ങളെ ഉൾപ്പെടുത്തി കേരള ടീം പ്രഖ്യാപിച്ചു കഴിഞ്ഞതായും സംഘത്തിലുള്ള ഒരാളെ ഒഴിവാക്കി സഞ്ജുവിനെ കൊണ്ടുവരുന്നത് നീതികേടാവുന്നതിനാൽ അതിന് തയ്യാറായില്ലെന്നുമാണ് വിനോദ് കുമാർ പറഞ്ഞതെന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിനു വേണ്ടി സഞ്ജു സാംസൺ കളിക്കാതിരുന്നതിനെ കുറിച്ച് അന്വേഷിക്കുമെന്നാണ് കഴിഞ്ഞ BCCI പ്രതികരിച്ചത്. ന്യായമായൊരു വിശദീകരണം ഇക്കാര്യത്തിൽ സഞ്ജു നൽകേണ്ടത് പ്രധാനമാണെന്നും ഇല്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും BCCI മുന്നറിയിപ്പും നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം സമാനമായ സംഭവം ഉണ്ടാവുകയും ശ്രേയസ് അയ്യരും ഇഷാൻ കിഷനും കുരുക്കിലാവുകയും ചെയ്തിരുന്നു. രഞ്ജി ട്രോഫിയിൽ കളിക്കാതെ മാറി നിന്നതിനെ തുടർന്നായിരുന്നു ഇത്. ശ്രേയസിന് പരുക്കു കാരണമാണ് വിട്ടുനിൽക്കേണ്ടി വന്നതെങ്കിലും ഇഷാൻ യാതൊരു കാരണവും ബോധിപ്പിച്ചിട്ടില്ല. ഇതേ തുടർന്ന് BCCIയുടെ മുഖ്യ കരാറിൽ നിന്നും 2 താരങ്ങളെ ആദ്യം ഒഴിവാക്കപ്പെട്ടു. ഇഷാൻ 3 ഫോർമാറ്റുകളും ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ടപ്പോൾ ശ്രേയസ് വെറും 3 ഏകദിനങ്ങളാണ് 2024 കളിച്ചത്.